ഇന്ന് ഞാൻ കപ്പ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി വടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഞാനത് കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയിട്ട് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് കപ്പ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു സവാള പൊടിയായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായി കട്ട് ചെയ്തതാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കപ്പ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അരിപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ടുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കൈ വെച്ച് നമ്മളങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല ടൈറ്റായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം കൂടി ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഞാനിതാ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നിന്നും ചെറിയൊരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി ഷേപ്പാക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ഓൾസാക്കി കൊടുക്കാം. ഒരു വടയുടെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ ഷേപ്പ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ കപ്പ വട എന്ന് പറഞ്ഞതുകൊണ്ട് വടയുടെ ഷേപ്പിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ഇപ്പോൾ ഇതാ മുഴുവൻ വടയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഓരോ വടയും നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴേ ഉള്ളെല്ലാം നന്നായി വെന്ത് കിട്ടുള്ളൂ. ഇനി ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 ഭാഗവും നല്ല മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി വടയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിനി വട റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റുന്നുണ്ട്. കപ്പ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ വട കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണുള്ളത്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.